എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. അപ്പോ കമന്റ് ബോക്സ് ഞാൻ ഇപ്പൊ തന്നെ ഊഹിക്കുന്നുണ്ട്, എവിടെ എവിടെ പ്രവിധ എവിടെ എന്ന ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ നിറയുന്നത് ഞാൻ ഊഹിക്കുന്നു. ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ എനിക്കറിയാം സ്വാഭാവികമായിട്ടും ഇന്ന് പ്രേക്ഷകർ എവിടെ പോയി പ്രവിധ എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും എനിക്ക് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു, ഇന്ന് പ്രവിധ ഇല്ല എന്ന്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പോൾ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ. പ്രവിധ എവിടെയും പോയിട്ടില്ല, എന്ന് വീട്ടിൽ പോയതാണ്. കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ എല്ലാ ദിവസവും പ്രേക്ഷകരെ കാണാൻ ഈ സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിലൊന്നും പോകണ്ടേ? അപ്പോൾ ആദ്യം പ്രവിധ പോകുന്നു, ഇനി പ്രവിധ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല നിങ്ങളെ വെറുപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരാളെ കൂടി നമുക്ക് ഫ്ലോറിലേക്ക് വിളിക്കാനുണ്ട്. ക്രിസ്റ്റിന ചെറിയൻ, വെൽക്കം. ഗുഡ് നൈറ്റ് ഷോന്റെ ഫ്ലോറിലേക്ക് സുസ്വാഗതം. അപ്പൊ ക്രിസ്റ്റിന ചെറിയനാണ് ഇന്ന് ഗുഡ് നൈറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത്. പ്രവിധ നാട്ടിൽ പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. പ്രവിധ ഇത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പ്രവിധ ഇന്നില്ലാത്തത് കൊണ്ട് എനിക്ക് ഇതിലേക്ക് വരേണ്ടി വന്നു. നിങ്ങളുടെ രോഷപ്രകടനം കല്ലുകളുടെയും കമന്റുകളുടെയും രൂപത്തിൽ എന്നിൽ പ്രയോഗിക്കരുത് പ്ലീസ്. രണ്ടുണ്ട്. കാരണം കല്ലാണെങ്കിൽ നിങ്ങളുടെ ഫോണും ടിവിയും ഒക്കെ പൊട്ടിപ്പോവും. കമന്റ് ആണെങ്കിൽ ഒരു നിവർത്തിയില്ല, ഞാനിവിടെ നിന്ന് കരയും. അപ്പൊ പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, ഒരുപാട് പേരുകൾ ഉള്ള ആളാണ്. ഓഫീസിൽ ഒരുപാട് പേരുള്ള ആളാണ്. നല്ല കാര്യമില്ലേ? നല്ല പേരുള്ള ആളാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് എളിമേഷ് കുമാരി എന്ന് നമ്മൾ സ്നേഹത്തോട് വിളിക്കാറുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം എന്താണ് തള്ളുകളും ചളികളും ഒക്കെ ഈ ഷോയുടെ ഭാഗമാകാൻ പോവുകയാണ് ഇന്ന് തൊട്ട് ക്രിസ്റ്റിന ചെറിയനിലൂടെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പറയാനുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും അനുവാദത്തോടെ നമ്മൾ ആരംഭിക്കുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമുക്ക് പതുക്കെ വാർത്തകളിലേക്കൂടെ പോകണ്ടേ? പിന്നെ ഇന്നൊരുപാട് വാർത്തകൾ വന്ന ദിനം തന്നെയാണ്. അപ്പോൾ ആ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ആദ്യം കടക്കുന്നു. രാഷ്ട്രീയ എന്താണ് പറയുക, കേരളം കുറേ നാളുകളായി ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ ഇന്ന് ഒരുപാട് അപ്ഡേറ്റുകൾ വന്ന ദിവസമാണ്. അതിലേക്ക് തന്നെ ആദ്യം പോകുന്നു. പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. ആരോട്? PV അൻവറിനോട്. അപ്പോൾ അതിന് പിന്നാലെ തന്നെ പരസ്യ പ്രസ്താവനകൾ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് PV അൻവർ എന്ന് ചെയ്തത്. പറഞ്ഞ് PV അൻവർ എന്നുള്ള അൻവാർ എന്ന് തന്നെ പെട്ടെന്ന് വായിലേക്ക് വരികയാണ് അല്ലേ? എന്നാൽ പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ പിന്നോട്ടില്ലെന്നും അൻവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മാസം മുൻപ് മലപ്പുറം മുൻ SP S ശശിധരനെതിരെ പരാതി ഉന്നയിച്ച് അൻവർ തുടങ്ങിവെച്ച ആരോപണങ്ങൾ പിന്നീട് രാഷ്ട്രീയ കേരളത്തിൽ ആളിപ്പടർന്നു. സ്വർണ്ണക്കടത്തിലെ പോലീസ് പങ്ക്, തൃശൂർ പൂരം കലക്കൽ, ADGP MR അജിത് കുമാറിന്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും വഴിവിട്ട ഇടപാടുകൾ തുടങ്ങി കോളിളക്കം സൃഷ്ടിച്ച നിരവധി ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയും CPIM-ഉം കൈവിട്ടതോടെ ഒടുവിൽ പിന്മാറ്റം. പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിച്ചു. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, നീതി ലഭിക്കും, അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത്. അക്കാര്യത്തിൽ കുറ്റബോധമില്ല, പിന്നോട്ടുമില്ല. കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് വിയോജിപ്പുണ്ട്. വേദനിപ്പിച്ചതിന് സഖാക്കളോട് ക്ഷമ ചോദിക്കുന്നു. പരാതികൾ പാർട്ടിക്ക് എഴുതി നൽകിയിട്ടുണ്ട്. ചാപ്പയടിയും മുൻവിധികളുമില്ലാതെ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. PV അൻവർ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതും നോക്കി നിൽക്കുന്നവർക്ക് നിരാശരായേ മതിയാവൂ. പാർട്ടി നിർദ്ദേശം ശിരസാവഹിക്കുന്നു. സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാനാണ് PV അൻവറിന്റെ തീരുമാനം. പ്രതീക്ഷിക്കുന്ന തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അടുത്ത നീക്കം എന്താകുമെന്നാണ് അറിയാനുള്ളത്. 24 മലപ്പുറം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. അല്പം സങ്കടകരമായ വാർത്തയാണ്, ആശങ്കപ്പെടുന്ന വാർത്ത കൂടിയാണ്. കാസർഗോഡ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചു എന്ന വാർത്ത വരുന്നു. ചട്ടഞ്ചാൽ സ്വദേശി M മണികണ്ഠനാണ് മരിച്ചത്. കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ പാറക്കലാണ്. അരുൺ, ഈ രോഗം തന്നെ വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ട കേസുകളുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന പ്രജിൻ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കാസർഗോഡ് ചട്ടഞ്ചാൽ സ്വദേശി മണികണ്ഠന്റെ മരണം സ്ഥിരീകരിച്ചത്. അദ്ദേഹം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മുംബൈയിൽ ജോലി ചെയ്യുകയായിരുന്നു. മുംബൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പനി ബാധിച്ചു. പനി ബാധിച്ചതിന് ശേഷം കാസർഗോഡ് എത്തി. തുടർന്ന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 2 ആഴ്ചയിലേറെ ചികിത്സയിലായിരുന്നു. പനിയും വിറയലുമായിരുന്നു ആദ്യഘട്ടത്തിൽ കണ്ടത്. പിന്നെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി.
ഇതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. മലിനജലത്തിൽ നിന്നാണ് ഈ അസുഖം പടരുന്നത്. മുംബൈയിൽ നിന്നാണ് ഈ രോഗം ഈ യുവാവിനെ ബാധിച്ചത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പരിശോധനകളൊക്കെ തന്നെ ആവശ്യമായുണ്ട്. എന്തായാലും മരണം വൈകുന്നേരത്തോടുകൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ നടപടികൾക്ക് ശേഷം നാളെയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. എന്തായാലും ദൗർഭാഗ്യകരമാണ്, അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടിയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചൊരു മരണം സംഭവിച്ചിരിക്കുന്നതും കാസർഗോഡ് ചട്ടഞ്ചാൽ സ്വദേശിയാണ് മരിച്ചത്. അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ PV അൻവറിന്റെ വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. മറ്റൊരു അപ്ഡേഷൻ കൂടിയുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ PV അൻവർ MLA CPIM ഇന്ന് കൈവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് PV അൻവർ MLAയുടേത് എന്നായിരുന്നു CPIM സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. PV അൻവറിന്റെ നിലപാടുകൾ ശത്രുക്കൾക്ക് പാർട്ടിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്താനുള്ള ആയുധമാണെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. അതേസമയം PV അൻവറിനെതിരായ പാർട്ടി നിലപാടിനെ ചൊല്ലി ഇടത് സൈബർ ഇടങ്ങളിൽ വാദപ്രതിവാദവും ശക്തമാണ്. PV അൻവറിന്റെ പരസ്യപ്പോരിന് തടയിടാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയതിന് പിന്നാലെയാണ് CPIM സംസ്ഥാന നേതൃത്വവും അൻവറിനെ തള്ളിപ്പറയുന്നത്. ശത്രുക്കൾക്ക് പാർട്ടിയെയും സർക്കാരിനെയും കടന്നാക്രമിക്കാനുള്ള ആയുധങ്ങൾ നൽകരുതെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അസാധാരണ പ്രസ്താവന. മുഖ്യമന്ത്രി അൻവറിനെ കടന്നാക്രമിച്ചിട്ടും പാർട്ടി പ്രസ്താവനയിൽ കടുത്ത പരാമർശങ്ങൾ ഇല്ലെന്നത് ശ്രദ്ധേയം. PV അൻവറിനെ വിമർശിച്ച് CPIM PB അംഗം A വിജയരാഘവൻ. കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് ശേഷവും അൻവർ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ എല്ലാ സ്ഥാപിത താല്പര്യങ്ങളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനെ ദുർബലപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ സ്ഥാപിത താല്പര്യങ്ങളാണ്. ആ സ്ഥാപിത താല്പര്യങ്ങൾക്ക് സഹായകരമായ നിലപാട് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. മുഖ്യമന്ത്രിയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ഭരണകക്ഷി MLAയെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിയിൽ നടക്കുന്ന നീക്കത്തിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. ഞങ്ങൾക്കെതിരെയല്ല പറഞ്ഞത്, പ്രതിപക്ഷത്തിനെതിരെയല്ല, പാർട്ടിക്കകത്താണ് ഇത് നടക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടും പാർട്ടി പ്രസ്താവന ഇറക്കിയിട്ടും സൈബറിടത്തിൽ PV അൻവറിന് ഇടതനുകൂലികളുടെ പിന്തുണയ്ക്ക് കുറവില്ല. വിവിധ നേതാക്കളും പാർട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ച പോസ്റ്റുകൾക്ക് കീഴിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന കമന്റുകളുടെ പ്രവാഹമാണ്. 24 കണ്ണൂർ. സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിനെതിരെ രംഗത്ത് വന്ന, അല്ലെങ്കിൽ ഭരണപക്ഷത്തിലെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിലെ ചില കാര്യങ്ങൾക്കെതിരെ രംഗത്ത് വന്ന PV അൻവറിനെ വീശിപ്പിടിക്കാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും മറ്റു പാർട്ടികളിൽ നിന്നുണ്ടാവും. അത് പക്ഷേ എന്താണ് പുതിയൊരു രാഷ്ട്രീയ വിവാദവും വിഷയമാക്കിയായി മാറുന്നുണ്ട്. PV അൻവറിനെ ലീഗിലേക്ക് ക്ഷണിച്ച നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റിന്റെ വാക്കുകളിൽ UDFിലും പ്രതിസന്ധിയും ആശയക്കുഴപ്പവും ഉണ്ടായ ഒരു ദിനം കൂടിയാണെന്ന് പാർട്ടി നേതൃത്വം തള്ളിപ്പറഞ്ഞതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ഇഖ്ബാൽ മുണ്ടേരി രംഗത്തെത്തുകയും ചെയ്തു. അൻവറിനെ ലീഗിലേക്ക് ക്ഷണിക്കുമോ എന്ന ചോദ്യം അപ്രസക്തമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തെറ്റ് തിരുത്തി വന്നാൽ അൻവറിന്റെ കാര്യം പരിഗണിക്കുമെന്ന് KPCC അധ്യക്ഷനും പറഞ്ഞതോടെ അൻവറിന്റെ പാളയം മാറ്റ ചർച്ച UDFിനെയും വട്ടം ചുറ്റിച്ചു. ഇക്ബാലിനെതിരെ നടപടി വേണ്ടെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ രാഷ്ട്രീയ വിവാദം ആളിപ്പടരുകയാണ്. അതേസമയം PV അൻവറിന്റെ സ്വന്തം തട്ടകത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം അൻവറിനെ പരസ്യമായി സ്വാഗതം ചെയ്തത് രാഷ്ട്രീയ കൗതുകമായി. PV അൻവർ ലീഗിലേക്ക് പോയേക്കുമെന്ന നേരത്തെ ഉണ്ടായ അഭ്യൂഹങ്ങൾ ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ വീണ്ടും ചർച്ചയായി. PV അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ്. ലീഗിന്റെയും UDFിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാവുന്ന ഘട്ടം വരുമെന്നായിരുന്നു പോസ്റ്റിലെ വരികൾ. ഞങ്ങളാരും പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് ഇനി അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇക്ബാലിനെതിരെ നടപടിയെടുക്കുമെന്ന സൂചനകളുണ്ടായെങ്കിലും പോസ്റ്റ് പിൻവലിച്ചതോടെ നടപടി വേണ്ടെന്ന് ലീഗ് തീരുമാനിച്ചു. ഇക്ബാലിന്റെ വിശദീകരണം തൃപ്തികരമെന്ന് ജനറൽ സെക്രട്ടറി PMA സലാം. തെറ്റുതിരുത്തി വന്നാൽ അൻവറിന്റെ പ്രവേശനം പരിഗണിക്കുമെന്ന് K സുധാകരൻ. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിന്റെ അകത്തുനിന്ന് കത്തിജ്വലിക്കുന്നുണ്ട്. അതൊക്കെ തിരുത്തിയിട്ട് വരട്ടെ. അപ്പം നമുക്ക് മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ അത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല. അൻവറിനെ പോലൊരാളെ UDFിന് ആവശ്യമില്ലെന്ന് MM ഹസൻ. അൻവറെ പോലുള്ള ഒരാളെ ഞങ്ങൾക്കെന്തിനാ? അൻവറിനെ ഒന്നും ഒരു സഹായവുമില്ലാതെ കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ UDF എല്ലാ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരും.
പോസ്റ്റിലെ വരികൾ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ CPIM-നെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ ചർച്ച വഴിമാറ്റാനായിരിക്കും ഇത് ഉപകരിക്കുകയെന്നതാണ് UDF കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. നടപടി വേണ്ടെന്ന തീരുമാനമെടുത്ത് വിഷയം അവസാനിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ്. എങ്കിലും PV അൻവർ UDF പാളയത്തിലേക്കോ എന്ന ചോദ്യം വരും ദിവസങ്ങളിലും രാഷ്ട്രീയ ചർച്ചയാകും. വിപിൻ C. വിജയൻ, 24 മലപ്പുറം. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ക്രിസ്റ്റീന ചെറിയാൻ പാട്ട് പാടണം എന്ന് പറയുന്നുണ്ട്. ക്രിസ്റ്റീന ചെറിയാൻ നന്നായിട്ട് പാടുന്ന ആൾ തന്നെയാണ്. അപ്പം നാട്ടുകാർ പാടുപെടുന്നത് കൊണ്ട് ഞാൻ പാടില്ല. പാട്ടൊക്കെ വഴിയെ വരാൻ പോവുകയാണ്. പ്രേക്ഷകരിലേക്ക് പാട്ടൊക്കെ എത്തിക്കും നമ്മൾ. തൽക്കാലം നമുക്ക് ചെറിയൊരു ഇടവേള വേണം. അത് കഴിഞ്ഞാൽ കൂടുതൽ വിശേഷങ്ങളും വർത്തമാനം പറയാനുണ്ട്. അതെ, വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് ഷോ തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ ബ്രേക്ക് പോയ സമയത്ത് ഞാനിങ്ങനെ ക്രിസ്റ്റീനോട് ചോദിക്കുമായിരുന്നു, ഇന്ന് ആദ്യമായിട്ടാണ് ഗുഡ് നൈറ്റ് ഷോയിലേക്ക് വരുന്നത്, അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് സ്പെഷ്യലായിട്ട് കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പ്രേക്ഷകരൊക്കെ പാട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പം ക്രിസ്റ്റീന പറയുന്നു പാട്ടല്ല, അതിനേക്കാൾ നല്ലത് ഞാൻ കോമഡി പറയും, ഒരുപാട് കോമഡികൾ. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ചിങ്ങനെ ഒന്ന് ഇടിച്ചു. കാരണം നല്ല അടിപൊളി കോമഡികളായിരിക്കും കേട്ടോ. കാരണം ഇവിടെ ന്യൂസ് ഡെസ്കിലൊക്കെ ഒരു ഹിറ്റാണ് എല്ലാ കോമഡികളും. അപ്പൊ നിങ്ങൾ എന്നെ ചളി എന്നല്ലേ വിളിക്കുന്നത്? അപ്പൊ അതൊക്കെ ഇനി പ്രേക്ഷകർ സഹിക്കാൻ പോവാണ്. ഒന്ന് പിടിച്ചിരുന്നോ. അല്പസ്വല്പം വാർത്തകൾ കൂടിയുണ്ട്. ആ വാർത്തകൾ എടുത്ത ശേഷം നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. ഷിരൂരിലെ തെരച്ചിലിനെ കുറിച്ച് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇന്നത്തെ അവിടുത്തെ അപ്ഡേറ്റ് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ അല്പസമയം മുൻപാണ് അവിടെ നിന്നും ഒരു പുതിയ വാർത്ത കൂടി വന്നത്. ഷിരൂരിൽ തിരച്ചിലിനിടെ ഒരു അസ്ഥി കണ്ടെത്തി എന്നുള്ളതാണ് ആ വാർത്ത. മനുഷ്യന്റെ അസ്ഥിയാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു സംശയം. കാർവർ MLA ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. അസ്ഥി മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. അപ്പോൾ പോയി നോക്കുമ്പം ഒരു അസ്ഥി ഉണ്ട് അവിടെ. അപ്പോൾ അത് നോക്കുമ്പോൾ അത് എൻ്റെ കയ്യിൻ്റെ ഭാഗത്താണുള്ള ഒരു അസ്ഥിയായിട്ടാണ് തോന്നുന്നത്. 90% അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഹോട്ടലിൻ്റെ പിൻഭാഗത്ത് കുറച്ച് ബാക്കോട്ടായിട്ടാണ് അത് കിട്ടിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ പോലീസ് അത് ഇതിന് അയച്ചിട്ടുണ്ട്, നമ്മളെ ഫോറൻസിക്കിന് അയച്ചിട്ടുണ്ട്. അർജുൻ്റെ അനിയൻ്റെ DNA ഇവിടെ മുന്നേ ഉണ്ട് ഇവിടെ. ചിലപ്പം ഒന്നുകൂടി ചിലപ്പോൾ അവർക്ക് എടുക്കേണ്ടി വരും. എന്തായാലും ഫാമിലി ഇവിടെ ഉണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക്. അതെ, അധികൃതരുമായുള്ള തർക്കത്തെ തുടർന്ന് ഷിരൂരിൽ തെരച്ചിൽ അവസാനിപ്പിച്ച് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ മടങ്ങി. ജില്ലാ ഭരണകൂടവും പോലീസും പിന്തുണ നൽകുന്നില്ലെന്നും രേഖാമൂലം അറിയിച്ചാൽ മടങ്ങി വരുമെന്നുമാണ് ഈശ്വർ മാൽപേ പറയുന്നത്. ഈശ്വർ മാൽപേ സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്തുന്നു എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും കാർവാർ MLA-യുടെയുമൊക്കെ കുറ്റപ്പെടുത്തൽ. തെരച്ചിലിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്ന് അർജുന്റെ കുടുംബവും ഇന്ന് പ്രതികരിക്കുന്നത് കണ്ടു. എന്തായാലും മാൽപേ അവിടെ ഉള്ളത് ഈ പറയുന്നത് പോലെ അർജുന്റെ കുടുംബത്തിനും അതിന്റെ സുഹൃത്തുക്കളൊക്കെ ഒരു വലിയ ധൈര്യമായിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടവുമായുള്ള ചില എന്താണ് പറയുക കശപിശകൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അതൊക്കെയാണ് മാൽപേയെ മടങ്ങാൻ നിർബന്ധിതനാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരച്ചിലിന് ഇറങ്ങാൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ഈശ്വർ മാൽപേയും ജില്ലാ ഭരണകൂടവും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ദുർഘടമായ സാഹചര്യങ്ങളിലും ഗംഗാവലി പുഴയിലെ ആഴങ്ങളിലിറങ്ങിയ ഈശ്വർ മാൽപേ വേദനയോടെ മടങ്ങുന്നുവെന്നാണ് പ്രതികരിച്ചത്. രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ ഷിരൂരിലേക്ക് തിരിച്ചു വരൂ എന്നും ഈശ്വർ മാൽപേ. ഞങ്ങളിപ്പോൾ നമ്മളെ ആൾക്കാർ പറയുന്ന മേലെ കേൾക്കും, ഒന്നും ശരിയാവില്ല. ആ സമയത്തിൽ എനിക്ക് ശരിയാവില്ല. ഞാൻ വണ്ടി കെട്ടി കീഴേ ഒരു ആക്റ്റീവ് വണ്ടി ഉണ്ടെന്ന് ചൊല്ലി അതിപ്പോൾ ഡയറക്റ്റാക്കി അവർക്ക് ആക്കണം. അത് ഞാനിപ്പോൾ നമ്മളെ ആൾക്കാർക്ക് ചെല്ലണം. ഇവിടെ മേലെ വന്ന് ഒരു ആക്റ്റീവ് വണ്ടി ഉണ്ട്, പിന്നെ ഒത്തിരി തടിയുണ്ട് അവിടെ. അത് അവർക്കൊരു ഇതായ വിഷമമാണ്. ഈശ്വർ മാൽപേയുടെ അസാന്നിധ്യം ദൗത്യത്തെ ബാധിക്കില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. Now we have taken a decision that parallelly dredging and diving it is a little dangerous, so considering safety that we are holding. When dredging stop we will try to find solution. So let the dredging happen for some days and let us get some lead. ഔദ്യോഗിക സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേലും പ്രതികരിച്ചു. അതേസമയം വിവാദങ്ങളിൽ താൽപര്യമില്ലെന്നും തിരച്ചിലിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്നും അർജുന്റെ സഹോദരി അഞ്ജു 24-നോട് പറഞ്ഞു. ഷിരൂർ ദൗത്യത്തിൽ കൃത്യമായ ഏകോപനമില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഈശ്വർ മാൽപേ മടങ്ങിയതോടെ ദൗത്യം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തെരച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം തൽക്കാലം വിശ്വസിക്കാം. ഷിരൂരിൽ നിന്നും ടീം 24. അപ്പോൾ ഷിരൂരിൽ ഇനി എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. നാളെ ഇപ്പോൾ വിപുലമായ തെരച്ചിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ അറിയിച്ചിരിക്കുന്നത്, അല്ലേ? മേജർ ഇന്ദർപാലിന്റെ നേതൃത്വത്തിൽ നാളെ തെരച്ചിൽ തുടരും. എന്തായാലും ആശാവഹമായ ഒരു വാർത്ത നാളെയെങ്കിലും ലഭിക്കും എന്ന് നമുക്ക് കരുതാം. കഴിഞ്ഞ 2 മാസമായി നമുക്കറിയാം ആ കുടുംബം, അർജുന്റെ കുടുംബം മാത്രമല്ല, ഈ പറയുന്ന അവിടെയുള്ള കന്നഡികരായിട്ടുള്ള ചിലരെ കാണാതായിട്ടുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങൾ എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്ന് അറിയാനുള്ള മിനിമം അവകാശവുമായി കാത്തിരിക്കുകയാണ്. മാത്രമല്ല ഈ വാഹനം എവിടെ പോയി അതിനെക്കുറിച്ചൊന്നും വിവരങ്ങളില്ല. ചില വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തുന്നത്
നടത്തുന്നത്. പക്ഷേ അർജുൻ്റെ ട്രക്കിൻ്റെതല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നാളത്തെ തെരച്ചിലിൽ ഒരു കാര്യമായ ഒരു പുരോഗതി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ്. ഇപ്പോൾ റിട്ടയർഡ് മേജർ ഇന്ദ്രപാലൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കും ആ ഒരു പ്രതീക്ഷയുണ്ട്. നോക്കാം നാളെ എന്താണ് അവിടെ തെരച്ചിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ശിരൂരിൽ നിന്ന് നമുക്ക് തൃശ്ശൂരിലേക്ക് പറയാനുണ്ടോ? ഉണ്ട്, പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വരണം. കാരണം ഇന്ന് കമന്റുകളൊന്നും വായിച്ചില്ല. കമന്റുകൾ വായിച്ചു കേട്ടോ. പലരും പറയുന്നുണ്ട് നെറ്റില്ലേ, ഫോണിൽ നെറ്റൊക്കെ ഉണ്ട്. സജി മാങ്കോട് ഇതാ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്രിസ്റ്റീനെ പാട്ട് പാടണം എന്ന് പറയുന്നു. ഒരു പാട്ടുമായിട്ട് തുടങ്ങാം. നാട്ടുകാർ പാടുപെടും. അപ്പൊ ക്രിസ്റ്റീന അല്പസമയം കഴിഞ്ഞ് ഞാൻ പാട്ട് പാടും. അതെ, അരുൺ കുളക്കട നമ്മുടെ പ്രൊഡ്യൂസർ പാടരുത് മറ്റേ ഇന്ദ്രജിത്തിനോട് പറഞ്ഞല്ലോ. പാടും എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ പ്രവിതയുടെ അടുത്ത് ഒരുപാട് പേര് ഹായ് പറയാൻ പറയുന്നത്. ഉറപ്പായിട്ടും ഇന്ന് പ്രവിത ഷോ കാണുന്നുണ്ട്. പ്രവിത എല്ലാ പ്രേക്ഷകരും പറയുന്നു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് പ്രവിതയുടെ മറുപടി വരുന്നത് നമുക്ക് നോക്കാം. പ്രവിത എന്തായാലും ഈ ഷോ കാണുന്നുണ്ട് കേട്ടോ. എന്താ നമുക്ക് നോക്കുക. ക്രിസ്റ്റീനെ പാടണ്ട എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷെ പാടണം എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. ക്രിസ്റ്റീന പാട്ട് പാടുമല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്, നല്ലപോലെ ഹിന്ദി പാട്ട് പാടും എന്ന് അനിത കെ പറയുന്നു. ആരാ അനിത? അപ്പൊ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ക്യാമ്പസ് ന്യൂസ് എപ്പോൾ തുടങ്ങുന്നു ചോദിക്കുന്നു റോമി. ക്യാമ്പസ് ന്യൂസ് നമ്മൾ താമസിയാതെ തുടങ്ങും. കാരണം നമുക്ക് കുറേ ഈ പറയുന്ന ദുരന്തങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മളതൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യാമ്പസ് ന്യൂസ് താമസിയാതെ ഉണ്ടാവും, പ്രതീക്ഷിച്ചിരിക്കുക. കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് നമ്മൾ അങ്ങ് എത്തുകയാണ് അല്ലേ? അതെ, പിന്നെ നിറഞ്ഞാടാൻ പോവാണ്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ കമന്റുകളൊക്കെ തുടരട്ടെ. അത് ഒക്കെ നമ്മൾ വായിക്കുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള കോമഡികളും ഒക്കെ വരുന്നുണ്ട്, പിന്നാലെ വരുന്നുണ്ട്. മുതലാളി ശിരൂരിൽ നിന്ന് എനിക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോകാം. തീർച്ചയായിട്ടും അടുത്ത റിപ്പോർട്ടിലേക്ക്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ലെന്ന് ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. പൂരം കലക്കൽ വിവാദത്തിൽ CPIയുടെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണങ്ങൾ തള്ളുന്നതാണ് ADGP നൽകിയ റിപ്പോർട്ട്. പൂരം അലങ്കോലമായതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ലെന്നാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിലുണ്ടായ പാളിച്ച മാത്രമാണ്. കോടതി നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. അവിടുത്തെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റി. ഉന്നത ഉദ്യോഗസ്ഥരെ കൃത്യമായി വിവരങ്ങൾ അറിയിച്ചില്ല. വിവിധയിടങ്ങളിൽ നിയോഗിച്ചത് അനുഭവ പരിചയം കുറഞ്ഞ ഉദ്യോഗസ്ഥരെയെന്നും ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം 1600-ലധികം പേജുള്ള റിപ്പോർട്ടാണ് MR അജിത് കുമാർ സമർപ്പിച്ചിട്ടുള്ളത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണം നടന്നില്ലെന്നും റിപ്പോർട്ട് അട്ടിമറിച്ചുവെന്നുമുള്ള പ്രതിപക്ഷ ആരോപണം ശക്തമായിരിക്കെയാണ് 5 മാസത്തിനു ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചത്. 24 തിരുവനന്തപുരം. പ്രസിഡന്റ് 5 മാസം കൊണ്ട് അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ അന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച എന്നാണ്, മറ്റ് രാഷ്ട്രീയ ഗൂഢാലോചനകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് ADGP MR അജിത് കുമാർ. പക്ഷേ മാത്രമല്ല, ഈ ആരോപണ വിധേയൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതൊരു പ്രഹസനമല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളി CPIയും കോൺഗ്രസും ഇന്ന് രംഗത്തെത്തി. ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറാണ് പറഞ്ഞത്. പൂരം കലക്കലിൽ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പ്രസക്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. പിന്നാലെ CPIയെ പരസ്യമായി KPCC പ്രസിഡന്റ് UDFിലേക്ക് ക്ഷണിച്ചു. തൃശൂർ പൂരം കലക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് CPI ഒന്നടങ്കം ആരോപിക്കുമ്പോഴാണ് ബാഹ്യ ഇടപെടലില്ലെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് CPI. റിപ്പോർട്ട് സ്വീകരിക്കാനാകില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. ബാഹ്യ ഇടപെടലില്ല എന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ട് കോൺഗ്രസും തള്ളി. പൂരം കലക്കിയതിൽ ആരോപണ വിധേയനായ MR അജിത് കുമാർ തന്നെ നൽകിയ റിപ്പോർട്ടിന് പ്രസക്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും K മുരളീധരനും പ്രതികരിച്ചു. ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല. പൂരം കലക്കിയതിനെ കുറിച്ചുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം. പിന്നാലെ CPIയെ UDFിലേക്ക് സ്വാഗതം ചെയ്ത KPCC പ്രസിഡന്റ് K സുധാകരൻ. എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം? ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറെയില്ലേ? സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകൂടാ CPIക്ക്? UDFിലേക്ക് തെറ്റിതിരുത്തി അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിഗണിക്കും. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെന്നും പോലീസ് ഇടപെടലാണെന്നും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ആരോപിച്ചു. 24
തൃശൂർ. യെസ്, അപ്പോൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ മാജിക് സ്ക്രീനിലേക്ക് ഒരു പ്രേക്ഷക, കുട്ടി പ്രേക്ഷക വരാൻ പോവാണ്. നേരിട്ട് UK നിന്നാണ് വരവ്. യെസ്, പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഹേ സെറ സെറ അല്ലേ? അതെ അതെ. ഹായ് സെറ, ഹൗ ആർ യു? ഹലോ, ഗുഡ്. ആഹാ, ആ രണ്ടുപേരുണ്ടല്ലോ. സെറയുടെ കൂടെ ആരാ? ഇവ. സേറ ആൻഡ് ഇവ രണ്ടുപേരും എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? വിശേഷങ്ങളൊക്കെ പറ, കേൾക്കട്ടെ. 7th ഞാൻ പഠിക്കണേ. ഞാൻ 1ല്. ആഹാ, 1ാം ക്ലാസ്സിലായോ? ആഹാ. UK എവിടെയാ മോളെ? UK ഇംഗ്ലണ്ടിലെ ബെക്സിലാ. ഓക്കേ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ, പഠിത്തമൊക്കെ? പഠിത്തമൊക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്. ഇവ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ സൈഡിൽ നിന്ന്, എന്തായി പറയണേ? പഠിത്തമൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോ മുഖത്ത് സന്തോഷം വന്നില്ലല്ലോ. കുഴപ്പമില്ല, ഓക്കെയാണ്. ഓക്കെ, ഇവ പറഞ്ഞു അല്ലേ? ഇവക്കുട്ടി എവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവ ഒരു ചേച്ചിയും കൂടെ ഉണ്ടെന്നാ പറഞ്ഞ. എവിടെ ചേച്ചി? എവിടെ നിന്നിട്ട്? ചേച്ചി മേലുണ്ട്. അതെന്താ ചേച്ചി വരാത്തെ? സേറയും ഇവയും കൂടിയാണ് വിളിച്ചത്, അവരറിഞ്ഞില്ല. ഓക്കെ, ചേച്ചി അറിയാതെയാണോ രണ്ടുപേരും കൂടെ വിളിച്ചത്? ചേച്ചിയെ കൂടെ വിളിക്കാമായിരുന്നു. എന്താ ചേച്ചിയുടെ പേരെന്നാ? അപ്പൊ സമ്മതിച്ചില്ല. ആൻ എന്താ ചെയ്യുന്നേ? 9th പഠിക്കോ. ഓക്കെ. സേറയും ഇവയും കൂടി എല്ലാ ദിവസവും പാടുന്ന ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടി തരാമോ? 2 വരി പാട്ട്. ഞാൻ പാടില്ല. പഠിക്കോ. എന്തായാലും ഇംഗ്ലണ്ടിൽ നിന്ന് കാക്കേ കാക്കേ കൂടെ കേൾക്കാൻ ഒരു സുഖമുണ്ട്. അപ്പൊ സേറ, ഇവ നാളെ ക്ലാസ് ഉണ്ടോ? ഉണ്ട്, നാളെ ക്ലാസ് ഉണ്ട്. ഹോംവർക്ക് ഒക്കെ ചെയ്തോ? ഇവിടെ ഹോംവർക്ക് തരാറില്ല. അവിടെ ഹോംവർക്ക് ഇല്ല. പൊളിയാണ് ലൈഫ്. അടിപൊളി സേറ ആൻഡ് ഇവ. അപ്പൊ നന്നായിട്ട് ഇരിക്കുക. എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാം. നാട്ടിലെവിടെയാ അത് പറഞ്ഞില്ല? നാട്ടില് എറണാകുളത്ത് പിറവത്താണ്. ആഹാ, ഓക്കെ. അപ്പൊ അടുത്ത അവിടെ നാട്ടിൽ വരുമ്പോ കാണണം കേട്ടോ. അവിടെ ഒരു മമ്മിയുണ്ട്, പിന്നെ എന്റെ അമ്മേന്റെ ബ്രദർ അങ്ങോട്ടുണ്ട്. ഓ, എല്ലാരും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞ നോക്കട്ടെ. ഇവ നാട്ടിലുള്ള മമ്മിക്കും ബ്രദറിനും ഒക്കെ ഒരു ഹായ് പറഞ്ഞേ. ഹായ് കൊടുക്ക. അച്ചാച്ചക്ക് ഹായ്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പൊ UK നിന്നും സേറ ഇവയുമാണ് സംസാരിച്ചത്. അടിപൊളി അല്ലേ? കാക്കേ കൂടെ പൊളിച്ചു. അല്ല, ചെറിയ കുട്ടിയാണെങ്കിൽ നന്നായി സംസാരിക്കുന്നു. നാണം ഒന്നും ഇല്ലാതെ നല്ല മിടുക്കി കുട്ടി. നമുക്ക് UK നിന്ന് നേരെ ശ്രീലങ്കയിലേക്ക് പോയല്ലോ. അതെ, ബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ ഒന്ന് ശ്രീലങ്കയിലേക്ക് പോവാം. ശ്രീലങ്ക ഇടതോരം ചേർന്ന് നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെയില്ല, നമ്മള് അവരുടെ തീരുമാനമാണ്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ശ്രീലങ്കയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി അനുരകുമാര ദിസനായകയെ തെരഞ്ഞെടുക്കപ്പെട്ടു. JVP നേതാവായ അനുര നാഷണൽ പീപ്പിൾസ് പവർ എന്ന സോഷ്യലിസ്റ്റ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. നൂറ്റാണ്ടുകളായി ശ്രീലങ്കൻ ജനത വളർത്തിയെടുത്ത സ്വപ്നം യാഥാർത്ഥ്യമായെന്ന് വോട്ടേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് അനുര ട്വീറ്റ് ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും ആഭ്യന്തര കലാപത്തിനും ശേഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് അനുരകുമാര ദിസനായകയുടെ മിന്നും ജയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമനയുടെ നേതാവായ അനുര അതിസാധാരണമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആളാണ്. ശ്രീലങ്കയുടെ 10ാമത്തെ പ്രസിഡന്റായി അനുരകുമാര ദിസനായകെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിനു വേണ്ട 50%-ലധികം വോട്ടുകൾ ഒരു സ്ഥാനാർത്ഥിക്കും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ 2ാം മുൻഗണനാ വോട്ടുകൾ എണ്ണിയതിനെ തുടർന്നാണ് അനുരകുമാര ദിസനായകെ വിജയിച്ചത്. ചൈന അനുകൂല നിലപാടുള്ള അനുരയുടെ വിജയം ഇന്ത്യയ്ക്ക് ആശങ്കയ്ക്കിടയാക്കും. സമാഗി ജന ബലവേഗയുടെ ഇന്ത്യ അനുകൂലിയായ സ്ഥാനാർത്ഥി സജിത് പ്രേമദാസയ്ക്ക് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 3ാം സ്ഥാനത്തായിരുന്ന നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ ആദ്യ റൗണ്ടിന് ശേഷം പുറത്തായി. ശ്രീലങ്കയിലെ അനുരാധപുര ജില്ലയിലെ കർഷകത്തൊഴിലാളിയുടെ മകനായ അനുരകുമാര ദിസനായകെ JVPയിൽ വിദ്യാർത്ഥികാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന നേതാവാണ്.
2000 പാർലമെന്റിലെത്തിയ അദ്ദേഹം 2004 സർക്കാരിൽ കൃഷി ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു. 2014 അനുരകുമാര JVPയുടെ നേതൃത്വം ഏറ്റെടുത്തു. 2015 8ാം പാർലമെന്റിൽ മുഖ്യ പ്രതിപക്ഷ ഓർഗനൈസർ സ്ഥാനവും അനുരകുമാര ദിസനായികെ വഹിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കാലത്ത് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അനുരയ്ക്ക് തുണയായത്. വലിയ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ശ്രീലങ്കയിൽ ആദ്യമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമഗ്രാധിപത്യം നേടി അധികാരത്തിലെത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. യെസ്, അപ്പോൾ വീണ്ടും നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാം ഒരുപാട് കമന്റുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ക്രിസ്റ്റീന കാക്കേ കാക്കേ കൂടെവിടെയെങ്കിലും പാടാമായിരുന്നു എന്ന് പറയുന്നു. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ മതിയോ? പിന്നെ നമ്മുടെ ഷിബിൽ ഷാബിൻ പറയുന്നുണ്ട്, വീട്ടിലെ അംഗങ്ങളെ പോലെ ആയിട്ടോ നിങ്ങൾ കേൾക്കാനും കാണാനും. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യവും. കാരണം നിങ്ങളുടെയൊക്കെ സ്വീകരണ മുറിയിലേക്ക് വരിക, ഒരു മറയുമില്ല, നിങ്ങളുമായി സംവദിക്കുക, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. പിന്നീട് ശ്രീകൃഷ്ണ ഉണ്ണികൃഷ്ണൻ പറയുന്നു, ഹായ് പ്രബിൻ അളിയ, ക്രിസ്റ്റീന അളിയോ, നമസ്കാരം. ഞാൻ ശ്രീകൃഷ്ണ ഉണ്ണികൃഷ്ണൻ, സൗദിയിൽ നിന്ന്. അപ്പോ നമസ്കാരം അളിയ. അല്ലമീൻ തങ്ങൾപ്പടി പറയുന്നു, കാർ കത്തിയുള്ള അല്ലമീൻ എപ്പോഴും ഈ പറയുന്ന എന്തെങ്കിലും സാമൂഹ്യ പ്രസക്തിയുള്ള ആനുകാലിക വിഷയങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഇന്ന് പറയുന്നു, കാർ കത്തിയുള്ള അപകടം ഇപ്പോൾ സ്ഥിരം സംഭവമായിട്ടുണ്ട്. വണ്ടികളുടെ ഗുണമേന്മ കുറയുന്നുണ്ടോ, പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നാണ് അല്ലമ്മീന്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ ഷാജി പൊയ്കയിൽ സ്ഥിരമായി കമന്റ് പറയുന്ന ആളാണ്, പ്രജിൻ ചേട്ടാ ക്രിസ്റ്റിയെ കൊണ്ട് പാടിക്കല്ലേ, ഒന്നാമതേ മഴയില്ലാതെ ഇരിക്കുക, ഇനി ക്രിസ്റ്റി പാടിയാൽ മഴ തകർത്തു പോയും. അപ്പോൾ വേറൊരാൾ ചോദിക്കുക, ഞാൻ എന്താ തവളയാണ്, ക്രിസ്റ്റി എന്താ തവളയാണ്? ചോദ്യോത്തരമൊക്കെ നമ്മുടെ പ്രേക്ഷകർ നൽകുന്നുണ്ട്. അപ്പോൾ നൈസ്. അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഈ രീതിയിൽ തുടരട്ടെ. നമുക്കൊരു ചെറിയ ഇടവേള വേണം. അത് കഴിഞ്ഞാൽ കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പ്രകടനത്തിൽ സന്തോഷമെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ നായകൻ IM വിജയൻ. ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചെന്നും IM വിജയൻ പറഞ്ഞു. ഈ സീസണിൽ കപ്പടിക്കാമെന്നാണ് പ്രതീക്ഷയെന്നും IM വിജയൻ 24 പറഞ്ഞു. അതെ, നല്ല കളിയായിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും വിജയം അനിവാര്യമാണ്. കാരണം ഇന്ന് വിജയിക്കാൻ തന്നെ വേണം. കാരണം സപ്പോർട്ടേഴ്സ് അത്രയധികം ഒരു വിജയം കാണാൻ വേണ്ടി കാത്തിരിക്കണം. പക്ഷെ അത് എന്തായാലും നടന്നു. അത് വലിയൊരു കാര്യം. കാരണം ഫസ്റ്റ് നമ്മൾ ഗോൾ മേടിച്ച് പിന്നെ നമ്മൾ തിരിച്ച് 2 അടിക്കാൻ തന്നെ ഗ്രേറ്റ് ആണ്. സൂപ്പർ ഗോളുകളായിരുന്നു, 2 ഗോളും നല്ല ഗോളുകളായിരുന്നു. കുറേ കൊല്ലമായിട്ട് നമ്മുടെ സപ്പോർട്ടേഴ്സൊക്കെ കാത്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് അമേരിക്ക വരെ പോകണം. അമേരിക്കൻ സന്ദർശനത്തിനിടെ ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാസികൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണെന്നും വൈവിധ്യമാണ് ഇന്ത്യയുടെ കരുത്തെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ മോദി പ്രശംസിച്ചു. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ ബൈഡൻ ബഹുമാനിച്ചെന്നും മോദി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക സൗഹൃദത്തെ 7 സമുദ്രങ്ങൾക്കും വേർതിരിക്കാനാവില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. AI എന്നാൽ തനിക്ക് അമേരിക്ക ഇന്ത്യ എന്നാണെന്നും മോദി പറഞ്ഞു. दुनिया के सारे मत है, पंथ है, फिर भी हम एक बनकर, नेक बनकर आगे बढ़ रहे हैं. यहां इस हॉल में ही देखिए, कोई तमिल बोलता है, कोई तेलुगु, कोई मलयालम, तो कोई कन्नड़ा, कोई पंजाबी, तो कोई मराठी और तो कोई गुजराती. भाषा अनेक है, लेकिन भाव एक है. ഇനിയൊരു ഇടവേള. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഷോ വൈൻഡപ്പിനുള്ള സമയമാകുമ്പോൾ അങ്ങനെ വെറുതെ പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ? അതെ, നല്ലൊരു എനർജി പാക്ഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു കഥയിലേക്കാണ് ഇനി. കഠിനാധ്വാനത്തിനൊപ്പം നല്ല പരിശ്രമം കൂടി ഉണ്ടായാൽ അസാധ്യമായ ഒന്നുമില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് പാലക്കാട് ലക്കിടി സ്വദേശി സൂര്യ. +2 തുല്യതാ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഏക പഠിതാവാണ് ഈ 25-കാരി. നിലവിൽ മാങ്കുറിശ്ശിയിൽ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്ററാണ് സൂര്യ.
ഒറ്റപ്പാലം നഗരസഭ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിലാണ് സൂര്യ പഠിച്ച് പരീക്ഷ എഴുതിയത്. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു വിഷയം. 2 വർഷം മുൻപ് 10ാം തരവും തുല്യതാ പരീക്ഷയിലൂടെയാണ് വിജയിച്ചത്. 10ാം ക്ലാസ് പരീക്ഷ വിജയിച്ചതിനു പിന്നാലെ പോസ്റ്റ് ഓഫീസ് ജോലിയിൽ പ്രവേശിച്ച സൂര്യ മാങ്കുറിശ്ശിയിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററാണ്. 8ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ സൂര്യ വിദ്യാഭ്യാസം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങരുതെന്ന് ആഗ്രഹിച്ച് നെൽകൃഷി, കുട്ടനെയ്ത്ത്, കന്നുകാലി വളർത്തൽ, ഭവന നിർമ്മാണം ഉൾപ്പെടെ അഭ്യസിച്ച് ബദൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിഞ്ഞു. ഔദ്യോഗിക രംഗത്ത് സർട്ടിഫിക്കറ്റ് അനിവാര്യമായി വന്നതോടെയാണ് വീണ്ടും പഠന രംഗത്തേക്ക് തിരിഞ്ഞത്. സ്കൂളിൽ നിന്നുള്ള 4 ചുമരുകൾക്കപ്പുറം നല്ല രീതിക്ക് പഠിക്കുക, കുറച്ചുകൂടെയും സമൂഹത്തിനെ അറിഞ്ഞു അവിടുത്തെ യഥാർത്ഥ കാര്യങ്ങൾ, പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളല്ലാതെ കുറച്ചുകൂടെയും നമ്മൾ നേരിട്ട് ഇറങ്ങിച്ചെന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതിലിപ്പോൾ സർട്ടിഫിക്കേഷൻസ് ഇല്ല, കരിക്കുലം ഇല്ല, സിലബസ് ഇല്ല, നമ്മളായിട്ട് തയ്യാറെടുത്തിട്ടുള്ള നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വഴികളിൽ കൂടെയാണ് പോയത്. അത് കഴിഞ്ഞ് അതുവഴി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് മേഖലയിലേക്ക് ചെന്നെത്തി, ഒരുപാട് ജോലി ചെയ്തു. അപ്പോഴാണ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്, അക്കാഡമിക്കലി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ സാക്ഷരതാ മിഷൻ്റെ കീഴിലുള്ള തുല്യതയിൽ 10ാം ക്ലാസ് ജോയിൻ ചെയ്യുന്നത്. ഇന്റീരിയർ ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവ സ്വന്തമായി പഠിച്ചാണ് കരിയർ തുടങ്ങിയത്. ദൂരദർശൻ കേന്ദ്രത്തിലടക്കം വീഡിയോ എഡിറ്ററായി ജോലി ചെയ്തു. ഇതിനു പിന്നാലെ ഒറ്റപ്പാലത്തെ ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ്വെയർ പരിശീലന കേന്ദ്രത്തിലെ അക്കാദമിക് ഹെഡായും ജോലി ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിവാഹിതയായ സൂര്യയുടെ ഭർത്താവ് ആഷിഫ് അസ്ലം സിവിൽ എഞ്ചിനീയറാണ്. ബിരുദം കൂടിയെടുത്ത് വിദ്യാഭ്യാസം തുടരണമെന്നാണ് സൂര്യകലയുടെ മോഹം. അങ്ങനെ 12ാം ക്ലാസ് തുല്യതാ പരീക്ഷയിലെ ജില്ലയിലെ ഉയർന്ന മാർക്കുകാരി ഒരുപാട് പേരുടെ സ്വപ്നങ്ങളുമായി ഇപ്പോൾ വീടുകളിൽ കയറിയിറങ്ങുകയാണ്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. യെസ്, അപ്പോൾ ആ പോസിറ്റീവ് സ്റ്റോറിയിൽ നമ്മൾ ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്രിസ്റ്റീന, പ്രേക്ഷകരോട് അതെ, പ്രേക്ഷകരോട് പറയാനുള്ള എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയതായിട്ട് ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. നമ്മുടെ ഷെമി സുലൈമാൻ ഞങ്ങളെയൊക്കെ മറന്നുപോയെന്ന് ചോദിക്കുന്നത് എങ്ങനെ മറക്കാൻ പറ്റും? സുലൈമാൻ അബ്ദുൽ ഖാദറും ഷെമി സുലൈമാനും നിങ്ങളെല്ലാവരും നമ്മുടെ മനസ്സിലുള്ളവരാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. യെസ്, അപ്പോൾ നാളെ അതേസമയം ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ബൈ.